ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഡാലി. ഞാൻ ഹാപ്പിനെസ് മാസ്റ്റേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു അംഗമാണ്. എനിക്കിന്ന് ബഹുമാന്യരായ നിങ്ങളോട് പറയാനുള്ളത്, ചാണക്യ തന്ത്രത്തെക്കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ടാവും. ചാണക്യൻ്റെ ഐഡിയാസിനെ തന്ത്രം എന്നാണ് പറയുക. അപ്പം ചാണക്യതന്ത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കുട്ടികളെ 5 വയസ്സുവരെ മാത്രമേ ലാളിക്കാവൂ. ലാളന എന്ന് പറയുന്നത് 5 വയസ്സ് വരെയാണ്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ 10 വർഷക്കാലം അവർക്ക് ഡിസിപ്ലിൻ്റെ കാലഘട്ടമാണ്. 15 വയസ്സ് മുതൽ 18 വയസ്സ് വരെ അവർ പാത നേരെയാക്കി കൊടുക്കുന്ന കാലഘട്ടം. 18 വയസ്സ് മുതൽ അവരായി ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കി. 18 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ അവരെ പാത നേരെയാക്കുക എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതത്തെ നിങ്ങൾ തന്നെ നേരെയാക്കി കൊണ്ടുപോകാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെ അവരുടെ പാത നാം നേരെയാക്കി കൊടുക്കുന്നു. പിന്നെ അവർ ജീവിച്ചോളും. ഇതാണ് ചാണക്യൻ്റെ തന്ത്രം. അപ്പം ഈ ഒരു തന്ത്രത്തെ, ഈ ഒരു ചാണക്യ ബുദ്ധിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്മോൾ വാരിയേഴ്സ്, ബിഗ് വാരിയേഴ്സ് എന്ന് പറയുന്ന 2 സംഘടനകൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് സ്മോൾ വാരിയേഴ്സ്. സ്മോൾ വാരിയേഴ്സ് ദാറ്റ് മീൻസ് 3 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് മുതൽ, അത് 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവർ നമ്മൾ 2 വിങ്ങായിട്ട് മാറ്റും. അത് ആദ്യത്തെ ഘട്ടത്തിന് ശേഷം ആദ്യം സ്മോൾ വാരിയേഴ്സിൽ തന്നെ ഇവരെ എല്ലാവരെയും നമ്മൾ ജോയിൻ ചെയ്യിക്കുന്നു. അതിനുശേഷം നമ്മൾ അവരെ 2ആയിട്ടോ 3ആയിട്ടോ മാറ്റുന്നു, ഏജ് ബാറിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ കുട്ടികൾക്ക്, അതായത് ഇന്ന് അരാജകത്വം നിറഞ്ഞിരിക്കുന്ന ഒരു യുവതലമുറയാണ് നാം കാണുന്നത്. അപ്പനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, മോഷ്ടിക്കുന്നു, ലഹരി സാധനങ്ങൾ വിൽക്കുന്നു, അടിയുണ്ടാക്കുന്നു. കുറച്ച് മാന്യത, ഡിസിപ്ലിൻ കാത്തു സൂക്ഷിച്ച് വരുന്നവരെല്ലാം ഇന്ത്യ വിട്ട് വിദേശ രാജ്യങ്ങൾക്ക് പോവുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ ദാറ്റ് മീൻസ് പുസ്തകത്തിൽ ഉള്ളതല്ല എഡ്യൂക്കേഷൻ. ജീവിതം എന്ന് പറഞ്ഞാൽ അത് വേറൊരു പുസ്തകമാണ് എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ പഠിക്കുന്നത് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും അത് ഭാവിയിലേക്കുള്ള വരുമാന സ്രോതസ്സായി മാറുകയും ചെയ്യുന്നതാണ് പുസ്തകത്തിലൂടെയുള്ള നമ്മളുടെ പഠനം. അത് നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടിയുള്ള ഒരു വരുമാന സ്രോതസ്സിന് വേണ്ടിയുള്ള ഒരു പഠനമാണ്. ആ പഠിക്കുന്നത് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും വേണം. അത് 30% മാത്രമേ പഠിക്കുന്നത് ജീവിതത്തിൽ പ്രായോഗികമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. മറിച്ച് ബാക്കി 70% ജീവിതം എന്ന് പറയുന്നത് ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തെ കുറിച്ചുള്ള പഠനം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശത്തെ ഫലവത്തായി കൊണ്ടുവരുന്നതിന് വേണ്ടി ഏവരെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ദയവായി നിങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ സ്മോൾ വാരിയേഴ്സ് എന്ന് പറയുന്ന സംഘടനയിൽ അംഗങ്ങളാക്കൂ. ഒരിക്കലും പുസ്തകത്തിലുള്ള, അതായത് നിങ്ങൾ പഠിക്കുന്ന കരിക്കുലം ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനം അല്ല ഇത്. മറിച്ച് ഡിസിപ്ലിനോടുകൂടി എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരായിട്ട് മാറാം, എങ്ങനെയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് ജീവിച്ച് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനമല്ല, പ്രാക്ടിക്കലായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് വേണ്ടി എല്ലാവരെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കില്ലേ? കുട്ടികളെ ഞങ്ങളുടെ അടുത്തേക്ക് വിടുകയില്ലേ? നന്ദി.